അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർന്ന ചിറക്കര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പുതിയ കെട്ടിടം നാടിന് സമർപ്പിച്ചു. ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്ലാൻ ഫണ്ടിൽ നിന്നുള്ള 1,54,00,000 രൂപ ചെലവഴിച്ച് പണി പൂർത്തിയാക്കിയ 3 നില കെട്ടിടത്തിന്റെ ഉദ്ഘാടനം സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ നിർവഹിച്ചു. ഭൗതിക സാഹചര്യ വികസനത്തിന്റെ ഭാഗമായി 3 ഘട്ടങ്ങളിലായി 17 കോടി രൂപ മുടക്കിയാണ് സ്കൂളിന്റെ പുതിയ കെട്ടിടങ്ങളുടെ നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചത്. 1ാം ഘട്ടമായി 5 കോടി മുടക്കി നിർമ്മിച്ച 4 നില കെട്ടിടം നേരത്തെ ഉദ്ഘാടനം ചെയ്തിരുന്നു. 2ാം ഘട്ടത്തിന്റെ ഭാഗമായി നിർമ്മിച്ച കെട്ടിടമാണ് ശനിയാഴ്ച ഉദ്ഘാടനം ചെയ്തത്. 1 കോടി മുടക്കി 3ാം ഘട്ടത്തിൽ പണിയുന്ന കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തി നടന്നുവരികയാണ്. വിജയശതമാനം ഉയരുമ്പോൾ വിദ്യാഭ്യാസത്തിന്റെ ക്വാളിറ്റിയും ഉയർന്നിട്ടുണ്ട്. അത് കൂടുതൽ ഉയർത്താനുള്ള ശ്രമമാണ് ഉണ്ടാകേണ്ടതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ സ്പീക്കർ പറഞ്ഞു. ഇതൊരു ഗവൺമെന്റ് സ്കൂളാണ്. ഇവിടെ പഠിപ്പിക്കാൻ വരുന്ന അധ്യാപകരൊക്കെ ഏറ്റവും മെറിറ്റോറിയസ് ആയി PSC പരീക്ഷ പാസ്സായി വരുന്നത്. അതിനർത്ഥം മറ്റു സ്കൂൾ ആൾക്കാർ മോശമെന്നല്ല കേട്ടോ. പ്യൂർലി അക്കാഡമിക് ഇന്റലിജൻസ് കൊണ്ട് മാത്രം വരുന്നവരാണ് PSC പരീക്ഷയ്ക്ക് എഴുതി പാസ്സായി വരുന്നത്. അതിന് നിർബന്ധമായും ഇവിടുത്തെ PTA സപ്പോർട്ട് ചെയ്യണം. ഇവിടുത്തെ ടീച്ചേഴ്സും PTAയും ഒത്തുചേരുമ്പോൾ മാത്രമാണ് ഏത് സ്ഥാപനം വെച്ചാൽ കുട്ടികളാരും മോശമൊന്നുമല്ല. കുട്ടികൾക്ക് ആവശ്യമായ സപ്പോർട്ട് നല്ല നിലയിൽ ഉണ്ടാവണം. പ്രത്യേകിച്ച് കുട്ടികളോട് പറയാനുള്ള കാര്യം പഴയ പോലെയൊന്നുമല്ല. എല്ലാവരും പഠിക്കുന്നുണ്ട് നന്നായിട്ട്, ആരും മോശമല്ല. അപ്പൊ ഏറ്റവും നിലയിൽ പഠിക്കുന്ന കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനമാകുമ്പം റിസൾട്ട് ഉണ്ടാകുമ്പം സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ആണ്. ശേഷിയുള്ളവർ മാത്രമേ രക്ഷപ്പെടൂ. നിങ്ങൾ വെറുതെ സീറ്റില്ലാന്ന് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് കാര്യമൊന്നുമില്ല. സീറ്റില്ല, എനിക്ക് സീറ്റ് കിട്ടുന്നില്ല, അതുകൊണ്ട് MLA പോയി കാണണം. MLA ഒന്നും ചെയ്യാൻ പറ്റില്ല. +2 കഴിഞ്ഞ് നിങ്ങൾക്ക് ഹയർ എഡ്യൂക്കേഷന് വേണ്ടി ഏതെങ്കിലും ക്യാമ്പസിൽ സീറ്റ് കിട്ടണം, നല്ല മാർക്ക് വേണം. ഇപ്പൊ ഇവിടെ ഇപ്പോൾ SSLC പരീക്ഷ ഇങ്ങനെ ഓൾ പാസ്, അതിനോട് ഞാൻ വിദ്യാഭ്യാസ മന്ത്രിയുള്ള അതിൻ്റെ കൂടെയാണ്. അപ്പൊ ചർച്ച എന്താ നടക്കുന്നത്? അത് എല്ലാവരെയും പാസ്സാക്കാതെ ഈ ലൈൻ ശരിയല്ല. ചിലരിപ്പോൾ ഇറങ്ങി ശാസ്ത്ര സാഹിത്യ പരിഷത്തൊക്കെ ഞങ്ങൾ ഈ ലൈനോട് യോജിക്കുന്നവരല്ല. വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടണം. ഇങ്ങനെ എല്ലാവരെയും പാസ്സാക്കി ഇവിടെ ഇതിനടുത്ത് തോപ്പിക്കുക എന്നല്ല, ഇങ്ങനെ റിസൾട്ട് ഉണ്ടാവേണ്ടതുണ്ടോ? ഇപ്പൊ ഞാൻ SSLC പഠിക്കുമ്പോൾ അന്ന് പാസ് പെർസെൻറ്റേജ് 60% ആണ് കേരളത്തിൽ. ഇപ്പൊ വിദ്യാഭ്യാസ രംഗത്ത് കാതലായ പരിഷ്കാരങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. തലശ്ശേരി നഗരസഭാ വൈസ് ചെയർമാൻ MV ജയരാജൻ അധ്യക്ഷനായി. വിവിധ മത്സര വിജയികൾക്കുള്ള ഉപഹാര സമർപ്പണം നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷബാന ഷാനവാസ് നിർവഹിച്ചു. പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ C സോമൻ, വാർഡ് കൌൺസിലർമാരായ റാഷിദ ടീച്ചർ, വിഷീജ, MA സുധീഷ്, മദർ PTA പ്രസിഡന്റ് നിജ്മ, VHSC പയ്യന്നൂർ മേഖല ADR ഉദയകുമാരി, തലശ്ശേരി DO P ശകുന്തള, VHSC പ്രിൻസിപ്പൽ VC സിജു, പ്രധാനാധ്യാപിക PO ശ്രീരഞ്ജ, വിവിധ കക്ഷി രാഷ്ട്രീയ പ്രതിനിധികളായ ST ജെയ്സൺ, കാരായി സുരേന്ദ്രൻ, ജതീന്ദ്രൻ കുന്നോത്ത്, K ലിജേഷ്, അൻവർ ചെറുവക്കര, K വിനയരാജ് എന്നിവർ സംസാരിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ KV അനിത സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി സുനേഷ് കുമാർ നന്ദിയും പറഞ്ഞു. വിദ്യാലയത്തിന്റെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ ചിറക്കര ക്രിക്കറ്റ് ക്ലബ്ബ് വിദ്യാലയം മുറ്റത്തൊരുക്കിയ ക്രിക്കറ്റ് പിച്ചിന്റെ ഉദ്ഘാടനവും സ്പീക്കർ നിർവഹിച്ചു.